സാറേ ഇപ്പം പറഞ്ഞു വരുന്നത് നിലവിലുള്ള ഈ ക്രൈറ്റീരിയ അതായത് പൈസ കൊടുക്കുന്നത് അത് പോരാ എന്നാണോ? അത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഞാനല്ല. അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കാൻ പറ്റൂ, എനിക്ക് എൻ്റെ നാവ് കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ, എൻ്റെ മനസ്സുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇങ്ങനെ എടുത്ത 4 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 4 പടങ്ങൾ. ഒരു പടം കണ്ടിട്ടും ഒരു പടത്തിലും 1.5 കോടി രൂപ മുടക്കിയത് എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ തുറന്നു പറയും. കാരണം ഇതാരെയും അതവർ പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിമറി നടത്തിയോ എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ആ ചിത്രം കണ്ടാൽ ഒരു 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് തോന്നുന്നില്ല. എന്നറിയോ, 26 പടം വെറുതെ വർത്തമാനം പറയല്ല. 26 പടം സ്വന്തം പൈസ കടമങ്ങിയ പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ് അടൂർ ബാലകൃഷ്ണൻ. സൗസാദാന്തോ 26 പടം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ 26 സിനിമ നിർമ്മിച്ചവനാണ്, ഫീച്ചർ ഫിലിം 42 ഡോക്യുമെൻ്ററി നിർമ്മിച്ചവനാണ്. എനിക്കറിയാം ഒരു പടം കണ്ടാൽ എത്ര രൂപ കോസ്റ്റായിട്ടുണ്ടെന്ന്. പക്ഷേ 1.5 കോടി രൂപ വില 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഈ അങ്ങോട്ട് 4 പടത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. അതെന്തോ ഇല്ല, ഒരിക്കലും എനിക്ക് തോന്നിയില്ല. സത്യമല്ല. കാരണം ഞാനൊരു സാധാരണ വഴി നടക്കുന്ന വഴിപോക്കല്ലോ. എൻ്റെ 60ാമത്തെ കൊല്ലം ആ സിനിമയിൽ, 60th ഇയർ ആ സിനിമയിൽ. ഒരിക്കലും അല്ല. മന്ത്രി പറയാം, മന്ത്രി പിന്നെ 1.5 രൂപ കൊടുത്തു പോയിട്ട് മോശമെന്ന് പറയുന്നത്. സഹായം തീർച്ചയായിട്ടും കൊടുക്കണം. കുറെ കൂടെ 3 കോടി കൊടുക്കാം. എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 1.5 കോടി മുടക്കി എന്നെനിക്ക് തോന്നാത്തതെന്ന് ചോദിച്ചാൽ അത് പരിചയക്കുറവ്. അടൂർ അന്ന് ആ വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എന്ന് പറയുന്ന ചലച്ചിത്ര പിന്നണി രംഗത്തുള്ള ഒരാളുടെ ഒരു പ്രതിഷേധം കണ്ടു. അവരെ വളരെയധികം മോശമാക്കുന്ന തരത്തിലാണ് അടൂർ പിന്നീട് പറഞ്ഞത്. അതിനോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അവർ ആരാണെന്ന് എനിക്ക്, ലോകോത്തര ബുദ്ധിമതിയോ ഭാവനാശാലിയോ ആയിരിക്കാം. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗം തീരുന്ന പ്രസംഗത്തിന് ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അവർക്ക് സംസാരിക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം, എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞതിൽ എന്ന് പറയാം, അത് ന്യായമാണ്. പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വിലയാണ്, അത്രയേ ഉള്ളൂ. അത് ആളായാലും അപ്പോൾ എല്ലാവരും അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത്? അതുവരെ ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നു പറഞ്ഞു, എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന്, സാർ എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരാ നിങ്ങളാരാ? സാർ ഞാൻ പുഷ്പവതിയാണ്. അപ്പോൾ എനിക്കറിയില്ല പുഷ്പവതി ആരാണ്. തൊള്ള കാര്യം തുറന്ന് പറയാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, സാർ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞു നാടൻ പാട്ട് പാടുന്ന ആളാണ്. ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഒരു ഫോട്ടോ എടുത്തു, 2 ഫോട്ടോ എടുത്തു. ഇതാണ് എനിക്ക് പുഷ്പവതിയെക്കുറിച്ചൊരു പരിചയം. അല്ലാതെ ഇവരുടെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. 30 വർഷമായി ചലച്ചിത്ര മേഖലയിലുള്ള പുഷ്പവതി എനിക്കറിയില്ല. ആ പുഷ്പവതിയെ അറിയാത്തത് പുഷ്പവതിയുടെ കുഴപ്പമാണോ അറിയാത്തത് നമ്മളുടെ കുഴപ്പമാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങളങ്ങനെ ചിന്തിച്ചോളൂ. പക്ഷേ എനിക്കറിയില്ലായിരുന്നു, സത്യമാണ്. എൻ്റെ സത്യം പറയാതിരിക്കാൻ നോക്കില്ലല്ലോ. എനിക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ നാട്ടിൽ സംഗീത അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയൊക്കെ തലപ്പത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ രസകരമാണ് എനിക്ക് ചിന്തിക്കാൻ. കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയിലാണ് വരും. അല്ലെ ഭരിക്കുന്ന കക്ഷി കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ചു കൊടുക്കും. പ്രസിഡന്റ് ഒരാൾക്ക്, സെക്രട്ടറി വേറൊരാൾക്ക്, വൈസ് പ്രസിഡന്റ് വേറൊരാൾക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കിടക്കുന്നതല്ലേ. ഇതൊന്നും വ്യാജ ആരോപണമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു സംഗീത അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത വീഴ്ചയോ അല്ലെങ്കിൽ സംഗീത പാരംഗതയോ എന്നാണെന്ന് ഞാൻ പറയില്ല. പിന്നെ സിനിമയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമയിൽ പിന്നെ പാട്ടുകൾ മസ്റ്റല്ല. ഞാൻ പാട്ട് എഴുതുകാരനാണ്, പക്ഷേ സിനിമയിൽ പാട്ട് മസ്റ്റല്ല.
സിനിമയ്ക്ക് പാട്ട് വേണമെന്നില്ല, ലോക സിനിമയിൽ പാട്ടില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയിലും പിന്നെ മറ്റേ അപൂർവമായിട്ട് അമേരിക്കൻ ഹോളിവുഡ് സിനിമ എങ്ങനെ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞുകൊണ്ടോ, അല്ലാതെ എല്ലാ സിനിമയിലും കയറി പാട്ടുകളില്ല. അപ്പോൾ പാട്ടുകൾ എന്ന് പറയുന്നത് ചലച്ചിത്ര സിനിമയുടെ ഒരു ഭാഗമാകണം നിർബന്ധമില്ല. അതുകൊണ്ട് പിന്നെ അഴകുപാലശൊന്നും ഒരിക്കലും പാട്ട് വേണ്ട എന്ന് പറയുന്ന സിനിമയിൽ അഴകുപാലശം ഒരു സിനിമയിലും പാടില്ല.